നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞു ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് 512 പൈ ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? സിലിണ്ടറിന്റെ പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ? ഓക്കെ. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 യൂണിറ്റും ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യൂണിറ്റും ആണെന്ന് പറഞ്ഞു. 1ന്റെ ഹാഫ് ആണ് നമുക്ക് എന്ത്? റേഡിയസ്. കാരണം നമുക്ക് ഇവിടെ 6 കിട്ടണമല്ലോ. സോ 1ന്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അരയാണ്. സോ ഞാൻ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റേഷ്യോനെ നമ്മൾ കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 4 യൂണിറ്റും 1 യൂണിറ്റിനും ഞാൻ എന്താക്കി മാറ്റും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 8 യൂണിറ്റും ഇത് 2 യൂണിറ്റുമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റിന്റെ പകുതി എന്താണ്? 1 അല്ലേ? സോ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പൈ ആർ സ്ക്വയർ എച്ചിൽ നമ്മൾ പയ്യെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെയും പൈ പോവും. ബാക്കിയുള്ളത് ആർ സ്ക്വയർ എച്ച് അല്ലേ? സോ ഞാനിവിടെ 8x പകരം R എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 8R 2R ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഡയമീറ്റർ 2 യൂണിറ്റ് ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? അതിന്റെ ഹാഫ് അല്ലേ? അതായത് ആറിന് പകരം ഞാൻ 1 യൂണിറ്റിനെ 6 എന്ന് റെപ്രസെന്റ് ചെയ്തു. അത് ആർ സ്ക്വയർ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ എനിക്ക് ഉണ്ടാവും ആർ സ്ക്വയർ എന്ന് തന്നെ ഉണ്ടാവും. എച്ച് എന്ന് പറഞ്ഞാലോ 8R ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു എന്ത് വരും? 8R എന്ന് എനിക്ക് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 5112 എന്ന് കിട്ടും. 8ന് 512 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 64. 8ന്റെ സ്ക്വയർ ആണ് 64, 8ന്റെ ക്യൂബ് ആണ് 512 എന്ന് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ എന്ത് കിട്ടും? ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64. എന്തിന്റെ ക്യൂബാണ്? 64. ആർ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്ന് എനിക്ക് ആൻസർ കിട്ടും.